വേറെ ഇല്ല. ആറ്റിങ്ങൽ ഈ ലൊക്കാലിറ്റി മന്തിക്കട എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇങ്ങോട്ട് തന്നെ ഇത് തന്നെ ഇങ്ങോട്ട് തന്നെ ആദ്യം വേണം. സ്ഥിരമായിട്ട് ഇവിടെയാണ് കഴിക്കാൻ വരാറുള്ളത്. ഇവിടെ ആറ്റിങ്ങലത്തേക്ക് ആലങ്കോട് അപേക്ഷിച്ച് ഇത്രയും കടകൾ എന്തായിട്ടും ഏറ്റവും കുക്കായിട്ടുള്ള ഒരു കട ഇതാണ്. അടുത്ത സ്ഥലങ്ങളിൽ ഒരുപാട് അടുത്ത് പോയി മന്തി കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായ ഒരു മന്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫുഡാണ്. നമ്മളിപ്പോൾ ഒരു 3-4 തവണയായിട്ട് ഇവിടെ വരുന്നുണ്ട്. എൻ്റെ ഇവിടെ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് പോകുക. ഫുഡ് നല്ലതാണ്, അത്യാവശ്യം നല്ല ഫുഡാണ്, ക്വാളിറ്റിയുള്ള ഫുഡാണ്. റൈസ് തന്നെ വീണ്ടും രണ്ടാമത് തരുന്നുണ്ട്, അൺലിമിറ്റഡ് റൈസാണ്. ഞങ്ങൾ കൊല്ലത്ത് നിന്നാണ്. കൊല്ലം. ഈ കടയ്ക്ക് ഒരു ഇൻട്രോയുടെ ആവശ്യമില്ല. കുഴിമന്തി എന്നത് സഹറൽ മന്തിയാണ്. മലയാളികളുടെ തീന്മേശയിലേക്ക് കുഴിമന്തി എന്ന വിഭവം കടന്നു വന്നിട്ട് അധികകാലമായില്ല. യമനിൽ ജന്മമെടുത്ത അറേബ്യൻ നാടുകളിലൂടെ പ്രശസ്തമായി ഒടുവിൽ ഇങ്ങ് കേരളത്തിൽ വരെ തരംഗമായി മാറിയ മന്തിക്ക് ഇന്ന് ആരാധകർ ഏറെയാണ്. മന്തിക്ക് അറബിയിൽ മഞ്ഞുപോലെ മൃദുലം എന്നാണ് അർത്ഥം. കുഴിമന്തി എന്ന പേരിനെ ചൊല്ലി വിവാദം മുറുകുന്നതിനിടയിലും മന്തി പ്രേമികൾക്ക് തങ്ങളുടെ ഇഷ്ടഭക്ഷണത്തോടുള്ള പ്രണയം കൂടിയിട്ടേയുള്ളൂ. ചിക്കൻ, ബീഫ്, മട്ടൺ എന്നിങ്ങനെ വിവിധതരം ഇറച്ചികൾക്കൊപ്പം മന്തി ഇന്ന് ലഭ്യമാണ്. വ്യത്യസ്തമായ രുചിയും കുറഞ്ഞ കൊഴുപ്പുമുള്ള ബിരിയാണിയുടെ ചെറുപതിപ്പായ കുഴിമന്തി കേരളത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്നറിയാമോ? കുഴിമന്തി എന്ന യമൻ വിഭവത്തെ ആറ്റിങ്ങലുകാരുടെ ഇഷ്ടഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തിയ പ്രധാന സ്ഥാപനമാണ് ആലങ്കോട് പ്രവർത്തിക്കുന്ന സഹറൽ മന്തി. ഫുഡ് നല്ലതാണ്, അത്യാവശ്യം നല്ല ഫുഡാണ്, ക്വാളിറ്റിയുള്ള ഫുഡാണ്. റൈസ് തന്നെ വീണ്ടും രണ്ടാമത് തരുന്നുണ്ട്, അൺലിമിറ്റഡ് റൈസാണ്. ഞങ്ങൾ കൊല്ലത്ത് നിന്നാണ്. കൊല്ലം. സ്ഥിരമാണ്. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, കൗലൂരാണ്. നമ്മൾ സ്ഥിരം, ഞാനും അവനൊക്കെ സ്ഥിരം വന്ന് കഴിക്കുന്നതാണ്. നല്ല മന്തിയാണ്, കൊള്ളാം. എപ്പോഴും ഇവിടെ തന്നെ കഴിക്കാൻ വന്നാൽ നല്ല ക്വാളിറ്റിയാണ് ഫുഡ്. വേറെ അങ്ങനെ കടകളിലൊന്നും പോകാറില്ല, സ്ഥിരം ഇവിടെ തന്നെ, അത്രയും ടോപ്പാണ്. കിട്ടുന്നതിൽ അത്യാവശ്യം ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ കിട്ടുന്നത്. ബാക്കിയുള്ള എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പുതിയ വന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. വേറെ അങ്ങനത്തെ ഇല്ല, ഇവിടെയൊന്നുമില്ല. പിന്നെ വേറെ ഇല്ല. ആറ്റിങ്ങൽ ഈ ലൊക്കാലിറ്റി മന്തിക്കട എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇങ്ങോട്ട് തന്നെ ഇത് തന്നെ ഇങ്ങോട്ട് തന്നെ ആദ്യം വേണം. വളരെ നല്ല ഭക്ഷണമാണ്. നമ്മൾ ആലങ്കോടുള്ളവർ തന്നെ കുറേ നാളായിട്ട് കഴിക്കുന്നതാണ്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ്. ടേസ്റ്റ് കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്, വൃത്തിയാണ്, നല്ല രീതിയിൽ തന്നെ സെർവ് ചെയ്യണമല്ല. നല്ല ടേസ്റ്റ്, കുഴപ്പമില്ല. ഞങ്ങൾ കായംകുളത്തുള്ളവരാണ്. ഞങ്ങളിങ്ങനെ പല കടയിൽ ഫുഡ് കഴിക്കുന്നതാണ്. കായംകുളത്ത് വന്നുകൊണ്ട് ഹോട്ടലൊക്കെ ഉണ്ട്, നല്ല ഫുഡ് കിട്ടുന്നത്. ഞങ്ങളങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ പല കടകളിലും കയറി ഞങ്ങൾക്ക് തൃപ്തിയായില്ല. ഇവിടെ ഇങ്ങനെ ബോർഡിരിക്കുന്ന കണ്ട് നമ്മൾ ഒന്ന് കയറി നോക്കാമെന്ന് ജസ്റ്റ് വിചാരിച്ചാണ്. കുഴപ്പമില്ല, അടിപൊളി. നമ്മൾ ഉദ്ദേശിക്കുന്നക്കാരിലൊക്കെ നല്ല ഫുഡാണ്. നമുക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ വന്നതാണ്, മോനെ പറഞ്ഞു വിടാൻ വേണ്ടിയായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ കയറിയതാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്, നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്. നമ്മളിപ്പോൾ ഒരു 3-4 തവണയായിട്ട് ഇവിടെ വരുന്നുണ്ട്. എൻ്റെ ഇവിടെ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് പോകുക. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. 3-4 തവണയായിട്ട് ഇവിടെ വരുന്നുണ്ട്. പുള്ളി ആലപ്പുഴയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു കുഴിമന്തി കിട്ടുന്ന സ്പോട്ടാണ് ഇവിടെ കൊണ്ടുവരാറുള്ളത് മെയിനായിട്ട്. ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്, എല്ലാം നല്ല ഫുഡാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മന്തി അടിപൊളിയാണ്, ടേസ്റ്റ് കൊള്ളാം. പക്ഷെ അവർ ഇഡ്ഡലിയൊക്കെയാണെങ്കിൽ നല്ല മാനേജ് ചെയ്യുന്നുണ്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫുഡ് നല്ലതാണ്. നമ്മളിപ്പോൾ എപ്പോൾ ഒക്കെ കൊണ്ടാണ് വരുന്നത് മന്തി കഴിക്കാനായിട്ട്. മന്തി കഴിച്ച് നമ്മുടെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നിന്ന് എപ്പോഴും കഴിക്കുമ്പോൾ മടുക്കുമല്ലോ. വല്ലപ്പോഴും കഴിക്കുന്നുണ്ടായിരിക്കണം, മടുക്കുന്നില്ല. കോളേജാണ്. സ്ഥിരമായിട്ട് ഇവിടെയാണ് കഴിക്കാൻ വരാറുള്ളത്. ഇവിടെ ആറ്റിങ്ങലത്തേക്ക് ആലങ്കോട് അപേക്ഷിച്ച് ഇത്രയും കടകൾ എന്തായിട്ടും ഏറ്റവും കുക്കായിട്ടുള്ള ഒരു കട ഇതാണ്. എന്നാലും നല്ല ഫുഡ് ക്വാളിറ്റിയാണ്, സർവീസെല്ലാം നല്ല പെർഫെക്റ്റാണ്. എൻ്റെ വീട്ടിലോട്ട് ഏകദേശം 3/4 മണിക്കൂർ ദൂരമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സ്ഥിരം കഴിക്കാൻ ഇവിടെ കറക്റ്റ് വരുള്ളൂ. നല്ല ഫുഡാണ്, നല്ല ക്വാളിറ്റി ഫുഡാണ്. നമ്മളങ്ങ് ദൂരെന്ന് പറയാണ്, സഹറൽ തപ്പി വന്നതാണ്. നമ്മൾ സ്ഥിരം പോണ വേറെ സ്പോട്ടാണ്, അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് കണ്ടെത്ത ഫുഡിൻ്റെ ഒക്കെ അഭിപ്രായം കേട്ടിട്ടാണ്. കിട്ടില്ലാണ്, എല്ലാവരും വന്ന് കഴിക്കണമല്ലേ. അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ട്രൈ
പത്തനാപുരം, കൊല്ലം. അടുത്ത സ്ഥലങ്ങളിൽ ഒരുപാട് അടുത്ത് പോയി മന്തി കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായ ഒരു മന്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് നല്ല ഇറച്ചിയൊക്കെ നല്ല വെന്തതാണ്, നല്ല സ്മൂത്താണ്, നല്ല ഒരു വെറൈറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നല്ല സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം സൂപ്പർ. നമ്മുടെ ഷോപ്പ് സെഹ്റൽ മന്തി ഓപ്പണായിട്ട് ഏകദേശം ഒരു 2 വർഷമായി. ഇതുവരെ നമുക്ക് ഇന്ന് വരെയൊക്കെ ആണെങ്കിലും കസ്റ്റമറിൽ നിന്ന് വളരെ നല്ലൊരു സപ്പോർട്ടീവായിട്ടാണ് നമ്മുടെ ഷോപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള മന്തി മാത്രമായിട്ടൊന്നുള്ളൂ. ചിക്കൻ മെയിനായിട്ട് ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, അൽഫാമുണ്ട്. അൽഫാമിൽ 2 സ്പെഷ്യലായിട്ടാണ് തന്നെ, പെരി ആയിട്ടും പിന്നെ അതുപോലെ നോർമലായിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് ഹണി കൂടിയുണ്ട്. അങ്ങനെ 3 തരം അൽഫാം മന്തിയും പിന്നെ ചിക്കൻ മന്തിയും ബീഫ് മന്തിയും മട്ടൻ മന്തിയുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം നമ്മുടെ ഒതൻറ്റിക്കായിട്ട് വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. വളരെ നമ്മോട് സഹകരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത പ്രിയ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും സപ്പോർട്ട് ഉണ്ടാവുന്നു പ്രതീക്ഷിച്ചു. ഇതുപോലെയുള്ള മറ്റൊരു കടയുടെ വിശേഷവുമായി വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തും. ക്യാമറമാൻ റാഫിക്കൊപ്പം ഇബ്രാഹിം വർക്കല.